അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ചൂട് നല്ല കുറവുണ്ട്, പക്ഷേ നല്ല തണുത്ത കാറ്റുണ്ട്. എന്നാലും ഓക്കെയാണ്. ഇവിടെ ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിലെ നോട്ട് എവ്രി വൺ ഡിസേർവ്സ് ആക്സസ് ടു യു എന്ന സബ്ജക്റ്റാണ്. അതായത് എല്ലാവർക്കും നമ്മളിലോട്ടൊരു ആക്സസ് കൊടുക്കുന്നത് നല്ലതാണോ എന്നാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ സൈക്കോളജിക്കൽ ടേമിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറീസ് എന്ന് പറയും. ബൗണ്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും ചുറ്റും വരയ്ക്കുന്ന ഒരു അതിർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ബൗണ്ടറീസിനെ പറ്റി പറയാൻ പറ്റും. അതായത് നമ്മുടെ ലൈഫിലോട്ട് ആരൊക്കെ വരണം, ആരൊക്കെ നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ആർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു മൊബൈൽ ഫോൺ എടുക്കുക. നമ്മളുടെ ഒരു മൊബൈൽ ഫോണ് നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോണും നമ്മൾ 24 hours പല ആളുകൾക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫോണും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? പലരും പല രീതിയിലായിരിക്കും, പലരുടെയും ഇൻറ്റൻഷൻ പലതായിരിക്കും അവർ ആ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തല്ലേ. അപ്പം അങ്ങനെ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോകും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആ ഫോണിൻ്റെ ഒരു പർപ്പസ് അവിടെ നടക്കത്തില്ല. മനസ്സിലായോ? നമ്മളെന്താണോ ആ ഫോൺ കൊണ്ട് ഉദ്ദേശിച്ചത്, നമ്മുടെ ആ ഫോൺ കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്താണോ അത് നടക്കുന്നുണ്ടാവത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും, മാനിപ്പുലേറ്റീവായിട്ടുള്ള ആളുകളുണ്ടാവും, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പം അവരെല്ലാം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ബൗണ്ടറി കൊടുത്തിട്ട് അവരെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അവർ എടുത്തുകൊണ്ട് പോവും കേട്ടോ. അവർ കയ്യിലിട്ട് അമ്മാനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. അപ്പം അതുകൊണ്ടാണ് ബേസിക്കലി ഒരു ഒരു ടേമുണ്ട്, അതായത് പ്രൊട്ടക്റ്റ് യുവർ എനർജി ആൻഡ് ചൂസ് യുവർ സർക്കിൾ വൈസ്ലി. അതായത് നമ്മുടെ ചുറ്റും ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ച് അത് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ വേണം. ആരൊക്കെ ഇന്നാവണം, ആരൊക്കെ ഔട്ടാവണം, ആരെയൊക്കെ ബോർഡറിൽ നിർത്തണം എന്ന് തുടങ്ങിയ കാര്യങ്ങളിനകത്ത് നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും നല്ലതായിട്ട് നമ്മൾ പെരുമാറണം എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ എല്ലാവരോടും നമുക്ക് നന്നായിട്ട് പെരുമാറാൻ സാധിക്കണം. പക്ഷേ എല്ലാവർക്കും ഒരേപോലുള്ള ആത്മബന്ധം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലായിരിക്കും. അതിനാൽ ആരെയാണോ സുഹൃത്താക്കുന്നത് എന്നുള്ളത് അവനവൻ തന്നെ ശ്രദ്ധിക്കണം അല്ലേ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ടാണോ കമ്പനി വെക്കുന്നത്, അത് ആക്ച്വലി നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മളിപ്പം ദീൻ ശക്തിപ്പെടുത്തുന്ന ആളുകളായിട്ട് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു ചേഞ്ചും നമ്മുടെ ജീവിത രീതിയും നെഗറ്റീവായിട്ടും ഹറാമായിട്ടും തെറ്റായ വഴിയിൽ ആകുന്ന ആൾക്കാരുമായിട്ട് കമ്പനി വെക്കുന്നത് വഴി നമുക്കുണ്ടാവുന്ന നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനി മെയിനായിട്ടും നമ്മുടെ ഈമാനും മനസ്സും ജീവിതവും ഒക്കെ ഷേപ്പ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
പിന്നെ നമ്മുടെ എനർജി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, നമ്മുടെ മെൻ്റൽ എനർജി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവർക്കും നമ്മുടെ സമയം അങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ സമയത്തിന് നിങ്ങളൊരു വാല്യൂ കൊടുക്കുക. അത്രയും വിലപ്പെട്ട സമയം നിങ്ങൾ ഏത് തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതിനകത്ത് നിങ്ങൾ തന്നെ സ്വയം ഒരു തീരുമാനം എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രഹസ്യങ്ങൾ, നമുക്ക് പല പല സ്വപ്നങ്ങളുണ്ടാവും, മനസ്സിലായോ? നമ്മുടെ വീക്ക്നെസ് അതൊന്നും നമ്മളെല്ലാവരുമായിട്ടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ടൂ മച്ച് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി നഷ്ടപ്പെടും. പിന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കുടുംബം, ദീനിനെ ഓർമ്മിപ്പിക്കുന്ന കൂട്ടുകാർ, ഇവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു റീചാർജ് സ്റ്റേഷനായിട്ട് അത് ആക്ട് ചെയ്യും കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചില ആൾക്കാരെ നമുക്ക് ഒട്ടും പറ്റത്തില്ല. പക്ഷേ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ, അവർക്ക് വിഷമാവുമോ എന്ന് വിചാരിച്ചിട്ട് പലതും നമ്മൾ അവരോട് പറയത്തില്ല. മനസ്സിലായോ? അപ്പം സെയിങ് നോ ഈസ് ഓൾസോ എ സെൽഫ് കെയർ എന്നാണ്. നമ്മൾ അവരോട് നോ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ട്രബിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരത് കെയർ ചെയ്യുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. പക്ഷെ അവരത് പറയുന്ന സമയത്ത് അവർ നമ്മളെ കൺസിഡർ ചെയ്യാതാണല്ലോ അത് പറയുന്നത്. നമുക്കെന്ത് തോന്നും എന്നവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വായിൽ വരുന്നതെല്ലാം അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലി ഫ്രീ ആയി. പക്ഷേ നമ്മളായിരിക്കും പിന്നെ അതിൻ്റെ ബേർഡൻ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തട്ടിയും മുട്ടിയും വന്ന് പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളവരോട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുക, നൈസായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട് പോവുക കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അനുഭവത്തിലാണെങ്കിൽ നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയും ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ചിലരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് വരും അല്ലേ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആരെ അടുപ്പിക്കണം ആരെ അടുപ്പിക്കണ്ട എന്നുള്ളത് കേട്ടോ. ഇത് കുറച്ചുകൂടെ ഡെപ്തുള്ള കാര്യമാണ്. ഞാൻ ഇൻ ഷോർട്ടാക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളിലോട്ടും നമ്മളൊരു തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ഈമാനിനും അത് അത്ര നല്ലതല്ല. അത് കൈൻഡ് ഓഫ് ഒരു ബേർഡനാണത് അല്ലേ. എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പം സൈക്കോളജിക്കൽ ടേമിലാണെങ്കിൽ നമ്മൾ പറയാം, നമ്മളൊരു ബൗണ്ടറീസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെൽഫ് റെസ്പെക്റ്റ് ആണ് അല്ലേ. നമ്മൾക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ടൈം കൊടുക്കാതിരിക്കുക, അതായത് ആക്സസ് കൊടുക്കാതിരിക്കുക, നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് അവർക്ക് കൊടുക്കാതിരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് നിർത്തുക. അത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുക്ക് നമ്മളത് യൂസ്ഡ് ആയിരിക്കും അവരിങ്ങനെ പറയും എന്നുള്ളത്. പക്ഷേ അവരങ്ങനെ പറഞ്ഞാൽ പോലും ഇല്ലേ, നമ്മൾ ചെന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നൈസായിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോ പറഞ്ഞ് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇത്രയും നാളത് സ്റ്റാർട്ട് ചെയ്യാത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നോ പറയണ്ട. ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് എന്നുള്ളത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. അത് അവർക്കൊരു ഒരു ദേഷ്യം നമ്മളോട് തോന്നിയിട്ട് അങ്ങനെ പറയാനല്ല ഞാൻ പറയുന്നത്. സംഹൗ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്സ് കണ്ടുപിടിച്ചിട്ട് എസ്കേപ്പായിട്ട് മാറണം കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ വാല്യുബിളായിട്ടുള്ള എനർജിയും നമ്മുടെ ടൈമും നമ്മുടെ വിശ്വാസവും എല്ലാം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ 3 കാര്യങ്ങൾ വിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കരുത്. മനസ്സിലായോ?
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഒരു നല്ല സുഹൃത്ത് സുഗന്ധ വ്യാപാരിയെ പോലെയാണ്, അവനൊപ്പം ഇരുന്നാൽ പോലും നല്ല സുഗന്ധം കിട്ടും. ഒരു മോശം സുഹൃത്ത് ഇരുമ്പ് തൊഴിലാളിയെ പോലെയാണ്, അവനൊപ്പം ഇരുന്നാൽ വസ്ത്രം ചുട്ടുപോകും അല്ലെങ്കിൽ ദുർഗന്ധം കിട്ടുമെന്ന്. ഇതൊക്കെ നമുക്കൊരു റിമൈൻഡറാണ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ആരെയാണോ നമ്മുടെ കൂടെ അടുപ്പിക്കുക, നമ്മുടെ കൂടെ നിർത്തുക എന്നുള്ളതിനകത്തൊക്കെ നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതിനുള്ള റിമൈൻഡേഴ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സമയത്ത് നമ്മുടെ ഈമാൻ ഡൗൺ ആവുന്നല്ല നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ തന്നെ മാക്സിമം എഫേർട്ട് എടുക്കണം. അതായത് ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ എന്ത് തോട്ടാണ് നമ്മൾ ഇത് പുറകിലോട്ട് വലിക്കുന്നതെന്നുള്ളത് നമ്മൾ കുറച്ച് നേരം ടൈം എടുത്ത് ആലോചിച്ചിട്ടൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈമാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീ പോലാണ്, മനസ്സിലായോ? അപ്പോൾ തീ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു സ്പാർക്ക് വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം, ഇപ്പം മരങ്ങൾ തമ്മിൽ, അതായത് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരച്ച് കഴിഞ്ഞാൽ തീ ഉണ്ടാവും. അതുപോലെ രണ്ട് പാറക്കല്ലുകൾ എടുത്ത് ഉരച്ച് കഴിഞ്ഞാലും തീ ഉണ്ടാവും, അല്ലേ? അപ്പം നമ്മൾ ഈ മരക്കട്ടയും ഈ പാറക്കല്ലും എല്ലാം അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് ഈ സാധനം ഉണ്ട്, അപ്പം തീ സ്വന്തമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീ ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് നമ്മുടെ കൈ കൊണ്ട് അത് എടുത്തിട്ട് അത് ഉരയ്ക്കണം. ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പാർക്ക് ഉണ്ടായിട്ട് അത് തീയായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കേസിലും. ഞാനിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലില്ലേ, പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആ ഡിസ്റ്റർബൻസ് കൂടെ മാറ്റിയിട്ട് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ സോറി, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. മരവും ഈ പാറക്കല്ലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ട് അതിൽ നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കത്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതുപോലെ എൻ്റെ ഈമാൻ പിന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കുന്ന കൊണ്ടിട്ട് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ചെറിയൊരു ശ്രമം പോലും നമ്മുടെ ഹൃദയത്തിലെ ആ തീയെ വീണ്ടും തെളിയിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ചെറിയൊരു രീതിയിലെങ്കിലും നമ്മൾ എഫർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചവൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്തിട്ട് നമുക്കത് നേടിയെടുക്കാനുള്ള ഒരു ശക്തി റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് ഈമാൻ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ തന്നെ പരിശ്രമിച്ച് അത് കൂട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ ദുആയിലൂടെയും ദിക്റിലൂടെയും എല്ലാം റബ്ബിനോട് നമ്മൾ തുറന്ന് സംസാരിച്ച് വേണം നമ്മുടെ ലൈഫ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അല്ലെങ്കിൽ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും തന്ന് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.